CPM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലെ തരുന്നത് നമ്മുടെ കയ്യിൽ. ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സഖാവ് ശശിയാശൻ. അവ എല്ലാം ദേശീയാധ്യക്ഷ ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിച്ചത് പൊട്ടിക്കാനൊന്നും പ്രയാസമില്ല. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. കേസെടുത്താലും കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിൽ ഇതിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ടല്ലോ. ഗ്രൂപ്പ് പാർട്ടിക്കില്ല. പാർട്ടിക്ക് പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ജി സുധാകരനെ തള്ളിപ്പറഞ്ഞു. പോസ്റ്റൽ ബാലറ്റ് പരാമർശം വിവാദമായതിന് പിന്നാലെ മലക്കം മറിഞ്ഞ ജി സുധാകരൻ. താൻ പോസ്റ്റൽ ബാലറ്റ് തുറന്നിട്ടില്ല. പൊതുവെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭാവന കലർത്തി പറഞ്ഞതാണെന്നാണ് പുതിയ വിശദീകരണം. ഞാനപ്പോ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൊണ്ട് ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. എന്നിട്ട് ഒന്നുമില്ല വിശദീകരണം. മൊഴി തന്നെ ഒന്നുമില്ല. അവർ എന്തിനു ഭയക്കണം? അതിനെന്തിനാ എന്തിനാ ഭയക്കുന്നത്? അത്രയ്ക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ? പോസ്റ്റൽ വോട്ടിൽ ക്രമക്കേട് കാണിച്ചുവെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. പാറ്റൺ ടാങ്ക് പോലെ വെക്കും ഈ PP ശശി. പോസ്റ്റൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് സർക്കാർ തലപ്പത്ത് നിന്നെന്ന് സൂചന. ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം ലഭിച്ചതും സർക്കാർ തലപ്പത്ത് നിന്ന് തന്നെ. ഇനി ജി സുധാകരന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ജി സുധാകരൻ നിലവിൽ ആലപ്പുഴയിലെ പുന്നപ്രയിലെ വീട്ടിലല്ല. അദ്ദേഹം രാവിലെ തന്നെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറി. അറസ്റ്റ് ചെയ്യുന്ന വക്കോളം എത്തിയപ്പോഴേക്കും അപ്രതീക്ഷിതമായ ഓടിക്കളഞ്ഞു. ദൂരയാത്ര പോയതുകൊണ്ട് താൻ ഗസ്റ്റ് ഹൌസിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ വന്ന് താമസിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. ഒന്നും മനസ്സിലാവാതെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി. പൂച്ചേ മണൽക്കാട്ടിൽ കഴിഞ്ഞ നീ വീട്ടിൽ വന്നതെന്തേ? എന്റെ വീട്ടിൽ വന്നതെന്തേ? ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം.